ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ ഇന്ന് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ. അപ്പോൾ അതിന് സവാള വേണം, ഒരു 2 വലിയ സവാള, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം, ഒരു 10-12 വലിയ അല്ലി, അത് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, പിന്നെ വറ്റൽമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഉപ്പ്. ഇത്ര സംഭവമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു കുക്കർ എടുക്കുകയാണ്. ഈ കുക്കറിലേക്ക് നമ്മൾ പരിപ്പ് അളന്ന് ഇടുകയാണ്. ഈ ഒരു ഗ്ലാസ് കണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ്സിൽ അളന്നിട്ടാണ് നമ്മൾ ഇടുന്നത്. ഈ ഒരു ഗ്ലാസ് ഫുള്ളുണ്ട്, നമ്മൾ ഇടാണ്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ ഈ സവാള അരിഞ്ഞ് വെച്ചത് ഫുള്ള് ഇടുകയാണ്. സവാള ഫുള്ളിട്ടു. ഇനി പച്ചമുളക് വേണമെന്നുള്ളവർക്ക് ഒരു 2-3 പച്ചമുളകും കീറി ഇടാവേ. ഞാനിപ്പോൾ ഇടുന്നില്ല, ഞാൻ വറ്റമുളകാണ് എടുക്കണത്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മതിയായിരിക്കും കേട്ടോ. ഇത്ര അളവിൽ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. അതൊരു കുറച്ചുകൂടി ഇട്ടേക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അങ്ങനെ. പിന്നെ കുറച്ച് ഉപ്പും കൂടി, ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇടാം. ഇത്ര ഉപ്പ് ഇടാണ്. ഇനി ഈ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഈ പരിപ്പ് അളന്ന ഗ്ലാസ്സിൽ തന്നെ അതിൻ്റെ 3 ഇരട്ടിയായിട്ട് നമ്മൾ വെള്ളം അളന്നൊഴിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഗ്ലാസ് 2 ഗ്ലാസ്, മൂന്ന് ഗ്ലാസ്, ഇത്ര മതി. പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 3 സ്റ്റീം വരുന്നവരേക്കും നമ്മൾ കുക്ക് ചെയ്യുന്നു. ആദ്യത്തെ ഒരു സ്റ്റീം മാത്രം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബാക്കി 2 സ്റ്റീം ലോ ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേവിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പ് ശരിക്കും വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാവേ. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണേ. ഇത്ര മതി, ഏകദേശം ഒരു കണക്കിന് ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ട്, ചുവന്നുള്ളി, വറ്റൽമുളകുണ്ട്, അതിടണം. അതിന് മുന്നേ കടുക് ഒരു 2 ടീസ്പൂൺ ഇടണേ. ഇച്ചിരി കൂടിപ്പോയി, സാരമില്ല. കടുക് ഒന്ന് പൊട്ടട്ടെ, ഇതിന് ചൂടായിട്ടില്ല. അത് നമ്മുടെ കടുക് ഇതാ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ഇടണം. അതിന് മുന്നേ ഈ ഫ്ലെയിം ഒന്ന് ലോ ആക്കണം. ഈ വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. കുറച്ച് സെക്കൻഡുകൾ നമുക്കിങ്ങനെ ഇളക്കി എടുക്കണം. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് വറ്റൽമുളക് ഇടാം. ഒരു 10-15 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും വെളുത്തുള്ളി. ഇനി നമുക്ക് ചുവന്നുള്ളിയും കൂടി ഇടാവേ.
ഇതെല്ലാം ഒന്ന് ശരിക്കും വഴറ്റിയെടുക്കണം. പച്ചമുളക് ഇടാത്തതുകൊണ്ടാണ് കേട്ടോ ഈ വറ്റൽമുളക് ഇച്ചിരി കൂടുതലെടുത്തത്. അല്ലെങ്കിൽ എരിവുണ്ടാവില്ലല്ലോ, അതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പരിപ്പ് കറി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് നല്ല കുറുകുറാന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.